ഞാൻ AK കാണാനായിട്ട് വന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുസ്ഥാനീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ കാണുക എന്നുള്ള രീതിയിലാണ്. എൻ്റെ എളിയ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ചെയർമാനായ പ്ലാനിംഗ് ബോർഡിൽ എന്നെ അംഗമാക്കുക എന്നതിലൂടെയാണ് എനിക്ക് ഒരു വലിയ ബ്രേക്ക് പൊളിറ്റിക്കൽ ലൈഫിലുണ്ടായത്. വി രാമേന്ദ്രൻ സാറിന്റെ വൈസ് ചെയർമാൻഷിപ്പിൽ. അപ്പം അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. അതിന് ശേഷവും അതിന് മുൻപും AK ആന്റണിയെ ഞങ്ങൾ കാണുന്നത് ഒരു ദീപസ്തംഭമായിട്ടാണ്. അങ്ങോട്ടാണ് നോക്കുന്നത്. ക്രൈസിസ് വരുമ്പോൾ അങ്ങോട്ടാണ് നോക്കുന്നത്. ക്ലാരിറ്റി, വ്യക്തത കുറയുമ്പോൾ ഞങ്ങൾ AK നോക്കുന്നത്. അദ്ദേഹം ബോർഡ് റൂമിലിരുന്നു കൊണ്ട് ശബ്ദമുയർത്താതെ 4-5 മിനിറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകുന്നത് നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വോട്ട് ഞാനിവിടെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ അനുവാദം മേടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. ഇന്നിപ്പോ ശ്രീ സുധീർ കരമനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ശ്രീ കരമന. അതെ, അവര് മത്സരിക്കുന്നുണ്ട്. കരമനയാണ് രണ്ടുപേരും, കരമനയും സുധീർ കരമനയും. യാദൃശ്ചികമായിട്ട് രണ്ടുപേരുടെയും പേരിൽ കരമനയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവർ മത്സരിക്കട്ടെ, അവരുടെ അവകാശമല്ലേ.